ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമുക്ക് ബർത്ത്ഡേ ഓർഡേഴ്സ് കാണാം. അപ്പോൾ എനിക്ക് 2 ദിവസം മുമ്പ് വന്ന 2 ബർത്ത്ഡേ കേക്കിൻ്റെ ഓർഡേഴ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. റെസിപ്പി ഷെയർ ചെയ്യുന്നില്ല, കാരണം നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കേക്കെല്ലാം തലേ ദിവസം രാത്രി ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ 6, 7, 8 അങ്ങനെ ആ ഒരു ഇഞ്ചിൻ്റെ അളവിലാണ് കേക്ക്സ് എല്ലാം ബേക്ക് ചെയ്തെടുക്കുന്നത്. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് നമുക്ക് 35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 35 മിനിറ്റ് അല്ല എല്ലാ കേക്കിൻ്റെ ടൈം. ഇപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് 10 മിനിറ്റും പിന്നെ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലുള്ളത് 20 മിനിറ്റും ആണ് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. അപ്പോൾ കേക്ക് ബേക്കായി കഴിഞ്ഞാൽ പിന്നീട് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഫസ്റ്റ് റെഡ് വെൽവെറ്റ് കേക്ക് 2 ടയർ അല്ല ചെയ്യുന്നത്, ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ ക്രീം എടുത്തിട്ടുണ്ട്. ഫിയോണ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ബീറ്റായി വന്നാൽ നമുക്ക് കേക്കിൽ ഇത് ഐസിങ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ഞാനിവിടെ 4 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇതിൽ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഈ ഒരു 1 kg കേക്കിനാണ് നമുക്ക് ഷുഗർ സിറപ്പ് ചെയ്തെടുക്കേണ്ടത് എങ്കിൽ നമ്മൾ 1 കപ്പ് അളവിൽ വെള്ളവും 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടിയിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കേക്കെല്ലാം ഇവിടെ അസംബിൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം കേക്ക് മുഴുവനായിട്ട് നമുക്ക് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ നമ്മളിപ്പോൾ വിപ്പിംഗ് ക്രീം തേക്കുന്ന ഭാഗങ്ങളൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ പിന്നെയും നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിന് അതൊരു ബോറടി ആയിരിക്കും. മാത്രമല്ല വീഡിയോ നന്നായിട്ട് ലെങ്തി ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കേക്കെല്ലാം ഇവിടെ ക്രീമെല്ലാം വെച്ച് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കേക്ക് ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ അങ്ങ് സൈഡെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് വേറെ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും നമ്മൾ ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ടുള്ളൊരു ബോട്ടം നമുക്ക് കിട്ടണം, കാരണം നമ്മൾ വേറെ ബോർഡർ ഒന്നും ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മാജിക് കളേഴ്സിൻ്റെ ഗോൾഡൻ ഡസ്റ്റ് ഇതേപോലെ നമുക്ക് ബോട്ടിലായിട്ട് മേടിക്കാനായിട്ട് കിട്ടും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുന്നത്. സാധാരണ എയർ ബ്രഷ് വെച്ചിട്ട് ചെയ്തെടുത്താലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് കരുതിയിട്ട് ചെയ്ത് തുടങ്ങിയതാണ്. ചെയ്ത് തുടങ്ങിയപ്പോൾ ഒത്തിരി ടൈം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫിനിഷിംഗ് ആയി കിട്ടാനായിട്ടും. അതും അത്ര പെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഞാൻ ഇതുപോലെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ റെഡി ആയിട്ട് കിട്ടാനായിട്ട്. കണ്ടില്ലേ, ഇത്രയും പ്രസ് ചെയ്തിട്ടും ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ ഇനി നമുക്ക് കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം കരുതി ഇങ്ങനെ താഴ്വശത്ത് മാത്രം ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന്, പിന്നെ കരുതി മുഴുവനായിട്ട് അങ്ങ് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ സ്റ്റെൻസിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സാധാരണ ബട്ടർ ക്രീം ഐസിങ്ങിലാണ് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. പക്ഷെ ഞാൻ വിപ്പിംഗ് ക്രീം ഐസിങ്ങിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ട്രൈ ചെയ്ത് നോക്കിയപ്പം പണി പാളി എന്ന് തന്നെ പറയണം. കാരണം ഇത് നമ്മുടെ സ്റ്റെൻസിലിൻ്റെ ആ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഭാഗമൊക്കെ നമ്മുടെ കേക്കിൽ അങ്ങ് പിടിച്ചു പോയി. ഞാനിത് എടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ എത്ര വൃത്തികേടായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ കരുതി എന്നാൽ പിന്നെ ഈ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് മുഴുവനായിട്ട് തന്നെ നമുക്ക് കേക്ക് കവർ ചെയ്തെടുക്കാമെന്ന്. ഈ സ്റ്റെൻസിൽ എടുത്തതിന് ശേഷം വീഡിയോയിൽ കാണാൻ അത്ര വൃത്തികേടൊന്നുമില്ല, പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല വൃത്തികേടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സൈഡിൽ ഞാൻ ഇതുപോലെ ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും വെച്ച് കൊടുത്തതിന് ശേഷം ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. മുഴുവനായിട്ട് തന്നെ നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഫൈനൽ കാണാൻ വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, എന്നാലും അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കേക്ക്. ഇനി നമുക്ക് രണ്ടാമത്തെ കേക്ക് അങ്ങ് ചെയ്തെടുക്കാം. ഞാനിടുന്ന എല്ലാ കേക്ക്സും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. യമ്മി മലബാറും തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡിയും. അപ്പോൾ ഇനി രണ്ടാമത്തെ കേക്ക് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ ഫോണ്ടൻ്റ് ഡെക്കറേഷനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ റെഡ് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഷേപ്പ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ബട്ടർഫ്ലൈസ്, അതുപോലെ തന്നെ ലീവ്സ്, ഫ്ലവേഴ്സ്, അതെല്ലാം നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഫോണ്ടൻ്റ് പരത്തിയെടുക്കും. CMC പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കത് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം.
പിന്നെ റെഡ് ഫോണ്ടൻറ്റ് തന്നെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ബോ ചെയ്തെടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കേക്കിൻ്റെ സൈഡിൽ ബോർഡറായിട്ട് കൊടുക്കുന്നത് നമ്മൾ ഫോണ്ടൻറ്റ് ഒരു ബെൽറ്റ് രൂപത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി വൈറ്റ് ഫോണ്ടൻറ്റ് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ലെറ്റേഴ്സ് കട്ട് ചെയ്ത് മാറ്റണം. ഒരൽപ്പം വൈറ്റ് പെയിൻറ്റിൽ ഒരൽപ്പം ഗോൾഡൻ ഡസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പെയിൻറ്റ് രൂപത്തിലാക്കാം. ഗോൾഡൻ പെയിൻ്റ് ആക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് ബർത്ത്ഡേ ഗേളിൻ്റെ പേര് എഴുതിയെടുക്കാം. അപ്പോൾ റൗണ്ട് ഷേപ്പിലായിട്ട് നമ്മൾ ഫോണ്ടൻറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിൽ നമുക്ക് ബർത്ത്ഡേ ഗേളിൻ്റെ പേരും അതുപോലെ തന്നെ നമ്മൾ ലെറ്റേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടില്ല, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ മുകളിലും നമുക്കതങ്ങ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് കേക്ക് ബോർഡിൽ ഒരല്പം ക്രീം ആക്കിയതിന് ശേഷം നമുക്ക് 2 കേക്കും സാധാരണ നമ്മൾ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഫില്ലിംഗ് ആയിട്ട് നമ്മളൊന്നും തന്നെ ചെയ്ത് കൊടുക്കുന്നില്ല. സാധാ റെഡ് വെൽവെറ്റ് കേക്ക് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 കേക്കും ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 6 മണിക്കൂറിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റാക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ എല്ലാ 2 ടയർ കേക്കിൻ്റെ വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 2 ടയർ കേക്ക് ഉണ്ടാകുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കേക്ക് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതായത് ഫ്രിഡ്ജിൽ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കണം. മാത്രമല്ല നമ്മളിത് ഓർഡർ ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ അതിൻ്റെ കുറച്ച് മണിക്കൂർ മുമ്പ് മാത്രമേ നമ്മളത് സ്റ്റാക്ക് ചെയ്ത് വെച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 2 മണിക്കൂറൊക്കെ സ്റ്റാക്ക് ചെയ്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് എല്ലാം നമ്മളിത് സ്റ്റാക്ക് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ താഴെയുള്ള കേക്കിൽ ക്രാക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്, ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് താഴെയുള്ള കേക്കിൽ ഇതേപോലെ സ്ക്യൂവറോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള സ്ട്രോയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ കേക്ക് ബോർഡിൽ നിന്ന് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 പാലറ്റ് നൈഫ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. നല്ല കൂളായിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്തെടുത്ത ഫോണ്ടൻ്റ് ഡെക്കറേഷൻ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കസ്റ്റമർ മോഡൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപ്രകാരമാണ് നമ്മൾ ഈ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കിൽ ഫോണ്ടൻ്റ് ഡെക്കറേഷൻ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ വൈറ്റ് ഷുഗർ ബോൾസ് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്കിൻ്റെ മുകളിലായിട്ട് നമുക്കിതേപോലെ ഫ്ലവേഴ്സും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ എല്ലാ ലുക്കും ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ഇതേപോലെ വീഡിയോസൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇട്ടിട്ട് നല്ല റെസ്പോൺസാണ് ഈ ഒരു കേക്കിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്